നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കഷൻ അവസാനിപ്പിച്ചത് കേറ്ററർ പ്രോബ്ലം എന്നുള്ള ആ സെക്ഷനിലാണ്. അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സെക്ഷനിൽ വരുന്ന പ്രോബ്ലമാണ്. ഈസിയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതേ രീതിയിലാണ് കേറ്ററർ പ്രോബ്ലം സോൾവ് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്തിട്ട് ഇപ്പോൾ പരിചയമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോബ്ലം നോക്കുക. ഈ സെക്ഷനിലെ എ കേറ്ററർ നീഡ്സ് ക്ലീൻ ടേബിൾ കവേഴ്സ് എവറി ഡേ ഫോർ 6 days ടു മീറ്റ് കോൺട്രാക്റ്റ് അക്കോർഡിംഗ് ടു ദി ഫോളോയിങ് ഷെഡ്യൂൾ. ഡേ 1 അപ്പോൾ താഴെ ഒരു കേറ്ററർക്ക് ഓരോ ദിവസവും ആവശ്യമുള്ള 6 ദിവസം ആവശ്യമുള്ള ടേബിൾ കവേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഡേ 50, സെക്കൻഡ് ഡേ 60, തേർഡ് ഡേ 80, ഫോർത്ത് ഡേ 70, ഫിഫ്ത്ത് ഡേ 90, സിക്സ്ത് ഡേ 100. ഇങ്ങനെ ടേബിൾ കവേഴ്സ് ആവശ്യമുണ്ട്. ഇനി നോക്കാം, ഇനി പുതിയ ടേബിൾ കവേഴ്സിൻ്റെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റും പിന്നെ വാഷ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റുമാണ് താഴെ തന്നിട്ടുള്ളത്. ദി കോസ്റ്റ് ഓഫ് ന്യൂ കവർ ഈസ് ₹20, while washing charges are ₹1 for return on the 4th day or later, ₹2 for return on the 3rd day or and ₹3 for the next day. Find the minimum cost schedule for the purchase and washing of table covers, assuming that after the end of the contract the covers are rejected. ഓക്കെ, അപ്പോൾ ഒരു കേറ്ററർക്ക് 6 ദിവസം ആവശ്യമുള്ള ടേബിൾ കവേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ടേബിളിൽ തന്നിട്ടുള്ളത്. ഒരു ടേബിൾ കവർ പുതിയത് വാങ്ങാനും പിന്നെ വാഷ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിലുള്ള അതിൻ്റെ കോസ്റ്റുമാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം. എന്ത് ഷെഡ്യൂൾ ചെയ്യണം? കേറ്ററർക്ക് മിനിമം കോസ്റ്റ് വരുന്ന രീതിയിൽ ഈ ടേബിൾ കവേഴ്സ് വാഷിങ്ങിന് അയക്കാനും അല്ലെങ്കിൽ പുതിയത് വാങ്ങാനും ഉള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. പുതിയത് വാങ്ങുകയാണെങ്കിൽ ₹20 കോസ്റ്റ് ഒരു ടേബിൾ കവറിന്. ഇനി വാഷ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി. വാഷ് ചെയ്തിട്ട് കിട്ടിയാൽ മതിയെങ്കിൽ ₹1 ആണ് കോസ്റ്റ്. ഓക്കെ, അതായത് വാഷ് ചെയ്യാൻ കൊടുത്ത് 4ാമത്തെ ഡേ, ഫോർത്ത് ഡേയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ അതായത് 4th ഡേ കിട്ടണമെങ്കിൽ ₹1, പിന്നെ 3rd ഡേ കിട്ടണമെങ്കിൽ ₹2. ഇനി അടുത്ത ദിവസം തന്നെ കിട്ടണമെങ്കിൽ ₹3. ഓക്കെ, ഇങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ വാഷ് ചെയ്യാനുള്ള കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം ഈ 4 ഡേയ്സിലും ടേബിൾ കവേഴ്സ് ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം. പർച്ചേസും വാഷിങ്ങിന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടേബിൾ വരയ്ക്കുക. ടേബിളിൽ നോക്കുക, കോളത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് വാഷ് ചെയ്യാൻ കൊടുക്കുന്നതിനനുസരിച്ചും, റോ വൈസിൽ നമ്മൾ കൊടുക്കുന്നത് വാഷ് ചെയ്തിട്ട് കിട്ടുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ 6 ഡേ ഉണ്ട്. അപ്പോൾ ആദ്യം 6 കോളംസും 6 റോയ്സും, പിന്നെ അവസാനം ഒരു കോളം ഉണ്ടാവും. അതെന്താണ് ഞാൻ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ കോളത്തിൽ 7th കോളം നമ്മൾ റിജക്റ്റ് ചെയ്ത ഓരോ ദിവസവും റിജക്റ്റ് ചെയ്യുന്ന ടേബിൾ കവേഴ്സിൻ്റെ എണ്ണം. ഓക്കെ, അതായത് വാഷ് ചെയ്യാൻ കൊടുക്കാത്ത ടേബിൾ കവേഴ്സിൻ്റെ എണ്ണം. അവസാനത്തെ റോയിൽ നമ്മൾ ഓരോ ഡേയ്സിലും പുതുതായിട്ട് വാങ്ങേണ്ട ടേബിൾ കവേഴ്സിൻ്റെ എണ്ണം. വാഷ് ചെയ്തിട്ട് നമ്മളുടെ ഓരോ ഡേയിലും നമ്മളുടെ ഡിമാൻഡ് ആവശ്യമുള്ള ടേബിൾ കവേഴ്സ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പുതിയത് വാങ്ങേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഓരോ ഡേയ്സിലും വാങ്ങുന്ന ടേബിൾ കവേഴ്സിൻ്റെ എണ്ണം അവസാനത്തെ റോ. പിന്നെ ഓരോ
റോക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഡേയ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിമാൻഡ്. ഓക്കെ, പിന്നെ അവസാനത്തെ പർച്ചേസ് ചെയ്യുന്ന കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ്. ഓക്കെ, അതേപോലെ ഓരോ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അവസാനത്തെ എന്താ പറയുക, ഡിമാൻഡല്ല, ആദ്യത്തത് നമ്മൾ അവൈലബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. റോക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന അവസാനത്തെ എൻട്രി. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെങ്കിൽ അവൈലബിലിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ ഓരോ ഡേയ്സും ആവശ്യമുള്ള ടേബിൾ കവേഴ്സിൻ്റെ എണ്ണം എഴുതും. അതേപോലെ തന്നെ കോളത്തിൻ്റെ അവസാനത്തിൽ ഓരോ ഡേയ്സിലും ആവശ്യം വരുന്ന ടേബിൾ കവേഴ്സിൻ്റെ എണ്ണം. ഓക്കെ, അതായത് അവിടെ നമ്മൾ എഴുതുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എഴുതുന്നത് ഡിമാൻഡ്, ഓരോ ഡേയ്സും വരുന്ന ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ സെയിം തന്നെ ആയിരിക്കും, കാരണം ഓക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഡിമാൻഡും ഓരോ ദിവസത്തിലുള്ള ഡിമാൻഡും അവൈലബിലിറ്റി ഈക്വൽ ആവും. ഓക്കെ, ഈ കേസ് കാറ്ററർ പ്രോബ്ലത്തിൽ. ഓക്കെ, പിന്നെ അവസാനത്തെ റോ ഞാൻ പറഞ്ഞു, ടോട്ടൽ പർച്ചേസ് ചെയ്യുന്ന ടേബിൾ കവേഴ്സിൻ്റെ എണ്ണം. പിന്നെ അവസാനത്തെ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓക്കെ അവസാനം റിജക്റ്റ് ചെയ്യുന്ന ടേബിൾ കവേഴ്സിൻ്റെ എണ്ണം, അതും ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ കോസ്റ്റ് കൊയിഷ്യൻസ് ആഡ് ചെയ്യാം. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന റോക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ സെൽസിൽ, ആ പർച്ചേസ് ചെയ്യുന്ന റോയിൽ വരുന്ന സെൽസിൽ കോസ്റ്റ് കൊയിഷ്യൻസ് 20 ആയിരിക്കും. പിന്നെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് കൊയിഷ്യൻ്റ് കൺസിഡർ ചെയ്യേണ്ട 0. ഓക്കെ, 20 ആണ് ഒരു പുതിയ ടേബിൾ കവറിൻ്റെ കോസ്റ്റ് കൊയിഷ്യൻ്റ്. പിന്നെ വാഷിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് കൊയിഷ്യൻസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് എങ്ങനെയായാലും പുതിയത് വാങ്ങേണ്ടി വരും. ഓക്കെ, അതായത് സെക്കൻഡ് ഡേ ഉപയോഗിച്ചത് വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഉപയോഗിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഫസ്റ്റ് ഡേ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളം, ഓക്കെ, ഫസ്റ്റ് കോളത്തിലുള്ള എല്ലാ കോസ്റ്റ് കൊയിഷ്യൻസും ഇൻഫിനിറ്റി ആയിട്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക, കാരണം അത് പോസിബിൾ അല്ല. അതായത് ഫസ്റ്റ് ഡേ അല്ലാതെ ബാക്കിയുള്ള ഡേയ്സിൽ നിന്ന് വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഉപയോഗിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അവിടെയൊക്കെ ഇൻഫിനിറ്റി വരും. പിന്നെ അവസാനത്തെ എൻട്രി 20. ഓക്കെ, അത് അവസാനത്തെ റോ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ സെക്കൻഡ് കോളം കൺസിഡർ ചെയ്യുക. സെക്കൻഡ് കോളം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ ഉപയോഗിച്ച കവേഴ്സ് വാഷ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഡേ ഉപയോഗിക്കാം. ഓക്കെ, അതായത് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് റിട്ടേൺ കിട്ടണം. ഫസ്റ്റ് ഡേ വാഷ് ചെയ്യാൻ കൊടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് റിട്ടേൺ കിട്ടണം. അപ്പോൾ കോസ്റ്റ് കൊയിഷ്യൻ്റ് സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് എൻട്രി 3. പിന്നെ ബാക്കിയുള്ളതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല, അവസാനത്തെ റോ ഒഴിച്ചിട്ടുള്ള സെക്കൻഡ് കോളത്തിലെ എൻട്രീസ്. ഓക്കെ, അവസാനത്തെ എൻട്രി ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. തേർഡ് ഡേന്ന് വാഷ് ചെയ്തിട്ട് സെക്കൻഡ് ഡേ യൂസ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, അങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡേയ്സും. അപ്പോൾ അവിടെയൊക്കെ ഇൻഫിനിറ്റി കൊടുക്കുന്നത് ആ കോളത്തിനൊന്നും മീനിങ് ഇല്ലാന്ന്. ഓക്കെ, അതൊന്നും ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആ സെൽസൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ തേർഡ് ഡേ കൺസിഡർ ചെയ്യുക. തേർഡ് ഡേ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡേ വാഷ് ചെയ്തിട്ട് തേർഡ് ഡേ റിട്ടേൺ കിട്ടിയാൽ മതി. അങ്ങനെ അപ്പോൾ തേർഡ് കോളം കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റ് കൊയിഷ്യൻ്റ് 2, സെക്കൻഡ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റ് കൊയിഷ്യൻ്റ് 3, അതായത് സെക്കൻഡ് ഡേ വാഷ് ചെയ്യാൻ കൊടുത്ത് തേർഡ് ഡേ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ. ഓക്കെ, ബാക്കിയുള്ള സെൽസിലൊക്കെ പോസിറ്റീവ് വാല്യൂ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ കോസ്റ്റ് കൊയിഷ്യൻസ് ഇൻഫിനിറ്റി. ഓക്കെ, പിന്നെ ഫോർത്ത് ഡേ ഇതേപോലെ ഫില്ല് ചെയ്ത് വരാം. ഓക്കെ, ഫോർത്ത് ഡേയിൽ നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഡേന്ന് വാഷ് ചെയ്തിട്ട് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ കോസ്റ്റ് കൊയിഷ്യൻ്റ് 1, സെക്കൻഡ് ഡേന്നാണെങ്കിൽ 2, തേർഡ് ഡേന്നാണ് 3, പിന്നെ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത സെൽസ്. പിന്നെ ഫിഫ്ത്ത് ഡേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഡേയിൽ വാഷ് ചെയ്യാൻ കൊടുത്ത് ഫിഫ്ത്ത് ഡേയിൽ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ കോസ്റ്റ് കൊയിഷ്യൻ്റ്, നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അപ്പോൾ കോസ്റ്റ് കൊയിഷ്യൻ്റ് 1 ആയിരിക്കും. പിന്നെ സെക്കൻഡ് ഡേയിൽ വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് ഫിഫ്ത്ത് ഡേ റിട്ടേൺ കിട്ടണമെങ്കിലും കോസ്റ്റ് കൊയിഷ്യൻ്റ് 1 തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് ഡേ കൺസിഡർ ചെയ്യുമ്പോൾ ഫിഫ്ത്ത് ഡേ സെക്കൻഡ് ഡേ ഇൻക്ലൂഡിങ് ആയിട്ട് സെക്കൻഡ് ഡേ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കൗണ്ട് ചെയ്യുമ്പോൾ 4ാമത്തെ ദിവസമായിരിക്കും. ഓക്കെ, 4ാമത്തെ ദിവസം റിട്ടേൺ കിട്ടണമെങ്കിൽ വാഷ് ചെയ്തിട്ട് റിട്ടേൺ കിട്ടണമെങ്കിൽ കോസ്റ്റ് കൊയിഷ്യൻ്റ് 1. ഓക്കെ,
ഇതേപോലെ ഫില്ല് ചെയ്ത് വരാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഇതേപോലെ ടേബിൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ഇനി ഈസിയാണ്. ഇനിയൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതേ രൂപത്തിൽ. ഓക്കെ, അതിൽ കോസ്റ്റ് കോഷ്യൻസ് ഇൻഫിനിറ്റി ആവുന്ന സെൽസിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം ഇനി എല്ലാ ഓപ്പറേഷനിലും. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടണം. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾക്കൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടണം. അവിടെ നമ്മൾ ഉപയോഗിച്ച അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ മതി, ഇൻഫിനിറ്റി നമ്മൾ എൻട്രി ചെയ്ത സെൽസിനൊക്കെ ഇഗ്നോർ ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഡേ നമ്മൾക്ക് ഓക്കെ നോക്ക്. ഫസ്റ്റ് ഡേ നമ്മൾക്ക് 50 നമ്പർ ഓഫ് ടേബിൾ ഷീറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാലും 50 നമ്പർ ഓഫ് ടേബിൾ കവേഴ്സ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളം അവസാനത്തിൽ 50 ആഡ് ചെയ്യും. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ, ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ, അവൈലബിലിറ്റി ഡിമാൻഡൊക്കെ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ എളുപ്പമുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ സോൾവ് ചെയ്യുന്നില്ല. ഈ ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ എനിക്കുള്ളൂ ഈ സെക്ഷനിൽ. ബാക്കിയൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതേ സ്റ്റെപ്സിൽ തന്നെയാണ് സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്യുന്ന അതേപോലെ. ഓക്കെ, അപ്പോൾ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് നോൺ ബേസിക് വേരിയബിൾസിൻ്റെ റിലേറ്റീവ് കോസ്റ്റ് കോഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇവിടെയും ഇൻഫിനിറ്റി വരുന്ന സെൽസിനെ ഇഗ്നോർ ചെയ്യുക. കാരണം ഈ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് വെച്ചിട്ട് അവിടെ റിലേറ്റീവ് കോസ്റ്റ് കോഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇൻഫിനിറ്റി തന്നെ വരിക. അല്ലെങ്കിൽ അവിടെ എപ്പോഴും പ്രാക്ടിക്കലി ആ സെൽസിൽ പോസിറ്റീവ് എൻട്രി ആ വേരിയബിൾസിന് ഒരു പോസിറ്റീവ് നമ്പർ, ഫൈനൈറ്റ് നമ്പർ പോസിബിൾ അല്ല പ്രാക്ടിക്കലി. അപ്പോൾ ഇഗ്നോർ ചെയ്യുക എങ്ങനെയായാലും. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് കോസ്റ്റ് കോഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. റിലേറ്റീവ് കോസ്റ്റ് കോഷ്യൻസിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചില സെൽസിൽ യുവിനെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് സിംപ്ലക്സ് ടേബിളിൽ മാറ്റം വരും. അപ്പോൾ യുക്ക് വാല്യൂ ചൂസ് ചെയ്യുക. അതായത് സബ്ട്രാക്ട് ചെയ്യുന്ന സെൽസിൽ മിനിമം നമ്പർ വരുന്ന സെൽ ഏതാണെന്ന് നോക്കുക. ആ മിനിമം നമ്പർ ആയിട്ട് യുവിനെ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോൺ ബേസിക് വേരിയബിൾസിൻ്റെ റിലേറ്റീവ് കോസ്റ്റ് കോഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. റിലേറ്റീവ് കോസ്റ്റ് കോഷ്യൻസ് നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പ്രോസസ്സ് തുടരുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് തുടരുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്കൊരു തേർഡ് സ്റ്റെപ്പ് നോക്കട്ടെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഫോർത്ത് ടേബിളിൽ നിങ്ങൾക്ക് റിക്വയർഡ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഈ ടേബിൾ ഫില്ല് ചെയ്യൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഫിനിറ്റി വരുന്ന സെൽസൊക്കെ ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതേ മെത്തേഡ്. ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തതാണ്. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്തിട്ട് ഈ സൊല്യൂഷൻ വെച്ചിട്ട് നോക്കുക. ഓക്കെ, ചെയ്തത് ശരിയാണോ? ഓക്കെ, ഇതാണ് നമുക്ക് ഈ സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് അടുത്ത ക്ലാസ് മുതൽ അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം.